അടിയന്തര പ്രമേയവുമായി എത്തി അടി വാങ്ങിക്കൂട്ടുന്ന പഴയ കോൺഗ്രസ് അല്ലിത്. അടിക്കാൻ വടിവെട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴേ അലമ്പുണ്ടാക്കി ഇറങ്ങിപ്പോകുകയാണ് പുതിയ രീതി. സ്വർണം കട്ടവൻ ആരാപ്പ എന്ന ആവേശത്തോടെ പാടിയതേ പ്രതിപക്ഷത്തിന് ഓർമ്മയുള്ളൂ. കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് തുടങ്ങി അസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി ഭരണപക്ഷത്തു നിന്നും. കെട്ടും കിടക്കിയുമായി സഭയിൽ നിന്നും ഓടുമ്പോൾ അതാ മാധ്യമങ്ങൾ മുന്നിൽ. ഞങ്ങൾ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണെന്ന മട്ടിൽ മുൻപിതൊക്കെ കുറെ ചർച്ച ചെയ്തിട്ടുള്ളതാണെന്ന ഒറ്റ പറച്ചിലാണ്. അല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിലെ ചർച്ചയെക്കുറിച്ചാകുമോ ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? വേറൊരു ചർച്ചയും നമ്മളാരും കേട്ടിട്ടില്ലാത്തത് കൊണ്ടുണ്ടായ സംശയമാണ്. ഇന്ന് പറഞ്ഞ കാര്യം നാളെ ചോദിച്ചാൽ പറഞ്ഞിട്ടേയില്ല എന്ന് പറയുന്ന വി ഡി സതീശൻ പുതിയ കാഴ്ചയല്ലല്ലോ. ഇപ്പോൾ ഇതാ കോടതിയിലും യു ടേൺ അടിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. കടകംപള്ളിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടേയില്ലെന്നാണ് പുതിയ വാദം. നാളെ ചിലപ്പോൾ അഭിപ്രായം മാറിയേക്കാം. അതാണല്ലോ പതിവ്. പണിയില്ലാത്തവർ ചെയ്യിക്കുന്നതാണെന്ന് കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്നുണ്ടെങ്കിലും സർവേകൾ മുഖ്യമന്ത്രിയൊക്കെ ആക്കി തുടങ്ങിയ സ്ഥിതിക്ക് പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ സ്വർണം കട്ടതിൽ കടകംപള്ളിക്ക് പങ്കില്ലെന്ന് സമ്മതിച്ച പ്രതിപക്ഷ നേതാവേ, അപ്പോൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് കൂടി കണ്ടുപിടിക്കണ്ടേ നമുക്ക്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഒളിച്ചോടുന്നോ പ്രതിപക്ഷം? ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ: VPP മുസ്തഫ CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് പോവുകയാണ്. ശ്രീ റോണി കെ ബേബി, ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടായ ശേഷം ചേരുന്ന നിയമസഭാ സമ്മേളനമാണ് ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സമ്മേളനം കൂടിയാണ്. സ്വാഭാവികമായും ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര പ്രമേയമായി തന്നെ വരുമെന്നും അതിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിവരങ്ങൾ പൊതുസമൂഹത്തിന് ആ ചർച്ചയിലൂടെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. ഈ സർക്കാർ അടിയന്തര പ്രമേയത്തിനൊക്കെ അനുമതി നൽകുന്ന ഒരു പൊതു സ്വഭാവം കൂടി ഉള്ളതുകൊണ്ട് ഉറപ്പായും. പക്ഷേ പ്രതിപക്ഷം അടിയന്തര പ്രമേയം എന്നൊരു ചിന്ത പോലും ഉണ്ടായില്ല അവരുടെ ഭാഗത്തു നിന്ന് എന്ന് വേണം കരുതാൻ. അവസാനം ഇതാ ഭരണപക്ഷത്തു നിന്നും നിങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നില്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു നിലയുണ്ടാകുന്നു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഈ വിഷയം ഒരുപാട് തവണ ചർച്ച ചെയ്തു, ഇനിയിപ്പോൾ മന്ത്രിയുടെ രാജി മാത്രം മതിയെന്ന്. ഏത് ചർച്ചയെക്കുറിച്ചാണ് പ്രൊഫസർ റോണി കെ ബേബി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? സഭയുടെ രേഖകളിൽ ഉൾപ്പെടുന്ന നിലയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പ്രതിപക്ഷം തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരള നിയമസഭയുടെ ഇപ്പോൾ നടന്നു വരുന്ന സമ്മേളനത്തിലല്ലല്ലോ ആദ്യമായി ശബരിമല വിഷയം ഉയർന്നു വന്നത്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന സമ്മേളനത്തിൽ നമുക്കറിയാം, ആ സമ്മേളനം തന്നെ അത് സമയം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നിയമസഭ പിരിയുകയായിരുന്നു ചെയ്തത്. കാരണം അന്ന് പ്രതിപക്ഷം ശക്തമായിട്ട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ആ വിഷയം അവിടെ ചർച്ച ചെയ്തു. പക്ഷേ ചർച്ച ചെയ്ത് അധികം മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് അന്ന് നിയമസഭ സമയം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ പിരിഞ്ഞത്. അപ്പോൾ ആ വിഷയം ഈ നിയമസഭാ സമ്മേളനത്തിൽ തുടരുകയാണ്. അന്ന് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ഇപ്പോൾ അസിത ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പോലും ത്രാണി UDF-നില്ലേ? കാരണം ഈ വിഷയം എന്ന് പറയുന്നത് 2 സമ്മേളനങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ സമ്മേളനത്തിൽ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതാണ്, ഇത് ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പോൾ അസിത പറഞ്ഞതുപോലെ കഴിഞ്ഞ സമ്മേളനത്തിൽ നിന്നും ഈ സമ്മേളനത്തിൽ വന്നപ്പോൾ കാര്യങ്ങളിൽ ഒരുപാട് പുരോഗതി ഉണ്ടായി, അന്വേഷണത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായി. പക്ഷെ അന്വേഷണത്തിൽ കാര്യമാത്രമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനിയും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇരിക്കുന്നത്. വിഷയം പുരോഗതി ഇല്ല എന്ന് പറയുമ്പോൾ പ്രൊഫസർ റോണി കെ ബേബി അതൊന്ന് വിശദീകരിക്കണ്ടേ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഉണ്ട്. ഇനി അറസ്റ്റ് മാറ്റി നിർത്തുമ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ആളാണ് എന്ന് അതിശക്തമായി വാദം ഉന്നയിക്കുകയല്ലേ പ്രതിപക്ഷം? കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടന തെരുവിൽ പ്രക്ഷോഭത്തിലാണ്. അവർ VN വാസവനിലേക്ക് വരെ ആക്ഷേപം നീട്ടുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്ന് ഒരു പ്രതിപക്ഷം ചോദിക്കണ്ടേ സഭയിൽ? അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? സമൂഹം അത് കാത്തിരിക്കുകയല്ല ആ ചോദ്യത്തിനും അതിന്റെ മറുപടിക്കും. ഞങ്ങള് ഇന്ന് നിയമസഭയിൽ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോകാത്തത്? കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലെ ഗവൺമെന്റ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അത് കോടതി തന്നെ. കാരണം കഴിഞ്ഞ ഇതിൽ തന്നെ കോടതി പറഞ്ഞ എന്താ, പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. ഇവിടെ സർക്കാർ പ്രതീക്ഷിച്ചത് എന്താ, മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയം എവിടെയെങ്കിലും തീരും, അതോടുകൂടി ഈ വിഷയം കെട്ടടങ്ങും, ശബരിമല വിഷയം കെട്ടടങ്ങും. പക്ഷെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം, ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വിവരങ്ങൾ പോലും ഇത്രയും
കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഈ SITയുടെ അന്വേഷണം കണ്ടെത്തിയിട്ടില്ല. കൃത്യമായി തന്നെ ഞാൻ പറയാം. ഇന്ന് രമേശ് റാവു, 2 CK വാസുദേവൻ, അനന്ത സുബ്രഹ്മണ്യൻ തുടങ്ങിയ ആളുകളൊക്കെ ഇപ്പോഴും പുറത്താണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം എന്താ, രമേശ് റാവു, അനന്ത സുബ്രഹ്മണ്യൻ ഈ 2 ആളുകളാണ് ഈ സ്വർണം ശബരിമലയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് അവരെ പ്രൊഫസർ അറസ്റ്റ് റോണി കെ ചെയ്തിട്ടില്ല. ബേബി, എനിക്ക് നിങ്ങളോടുള്ള വിയോജിപ്പ്. നോക്കൂ, ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങൾ റോണി കെ ബേബിക്ക് തന്നെ അറിയാമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സ് ഒക്കെ ഉള്ള സഭയാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉള്ള ഒരു സഭയിൽ അവർക്കൊക്കെ എന്തുമാത്രം വിവരങ്ങൾ അറിയാമായിരിക്കും. അവർ ഈ വിവരങ്ങൾ അപ്പോൾ എങ്ങനെ പൊതുസമൂഹത്തെ അറിയിക്കുമെന്നാണ് കരുതുന്നത്? നോക്കൂ, ഇവരൊക്കെ പുറത്താണ്, എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നാൽ മറുപടി പറയാൻ ഒരുപക്ഷെ സർക്കാർ വിയർക്കുമായിരുന്നു. ആ അവസരം പാഴാക്കിയില്ലേ? ഇനി എന്ന് ചോദിക്കും? ഇനി ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ചോദ്യം ഇനി എപ്പോഴുണ്ടാകും? അതാണല്ലോ പ്രധാനം. അല്ല, സർക്കാരിന്റെ നടപടിയിലുള്ള വിശ്വാസ്യത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. സത്യസന്ധമായും സുതാര്യമായും നടക്കേണ്ട അന്വേഷണം സർക്കാർ ആ അന്വേഷണത്തിൽ ഇടംകൊല്ലിടുകയാണ്. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. പക്ഷേ 75 പവനിൽ കൂടുതൽ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് കേട്ടോ. 75 പവന് മുകളിലുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ട് അതിന് 1 ഗ്രാം പോലും ഇതൊരു തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കൊണ്ട് മുതൽ വീണ്ടെടുക്കാതെ ഒരു കേസ് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് അറസ്റ്റ് ചെയ്ത് തടവിലിട്ടിരിക്കുന്ന ആളുകളൊക്കെ കുറ്റക്കാരെന്ന് നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടുമെന്ന് അസിതയ്ക്കും എനിക്കും ഒക്കെ അറിയാമല്ലോ. കാരണം ഈ കേസിലെ ഏറ്റവും പ്രാഥമികമായ കാര്യം എന്ന് പറയുന്നത് തൊണ്ട് മുതൽ വീണ്ടെടുക്കുന്നതാണ്. ഇതുവരെ ഈ 2-3 മാസമായി ഈ SIT ഇത്രയും കൊട്ടിഘോഷിച്ച് അന്വേഷണം നടത്തിയിട്ട് ഇതുവരെ തൊണ്ട് മുതൽ പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ രമേശ് റാവു, അനന്ത സുബ്രഹ്മണ്യൻ എന്ന 2 പ്രതികളുടെ കാര്യം. കാരണം അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ എവിടെയാണ് ഈ തൊണ്ട് മുതൽ. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ SIT കൊടുത്ത റിപ്പോർട്ടിൽ 3 പേർ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലാണ്, അവരിലേക്ക് കൂടി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് അറിയില്ല. ഒരുപക്ഷെ പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ പേരുകളായിരിക്കും. നോക്കൂ, എനിക്ക് അടുത്ത ആളുകളിലേക്ക് പോകേണ്ടതുണ്ട് പ്രൊഫസർ റോണി കെ ബേബി. പക്ഷെ അതിന് മുൻപ് താങ്കൾ ആവർത്തിച്ച് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം കൂടി. അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. SITയിലേക്ക് പുതിയ അംഗങ്ങൾ വന്നതുൾപ്പെടെ കോടതിയുടെ അനുമതിയോടുകൂടി കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നിപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ ഇങ്ങനെ ഒരു വാദമായി ഉന്നയിക്കുമ്പോൾ കോടതിയെ സംശയിക്കുന്നുണ്ടോ? കോടതി സർക്കാരിന് കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? നമുക്കറിയാം, കോടതിക്കും പരിമിതികളുണ്ട്. കാരണം കോടതിക്ക് ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ ബോധ്യമുണ്ടതേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ SITയുടെ അന്വേഷണ റിപ്പോർട്ടിനെ മാത്രമല്ല കോടതി ബാധിക്കും, പിന്നെ കോടതി ആശ്രയിക്കുന്നത് ഈ കേസ് തന്നെ എവിടെ നിന്നാണ് ഉയർന്നു വന്നത്? ദേവസ്വം കമ്മീഷണർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായി കോടതിക്ക് അറിയാം. ദേവസ്വം കമ്മീഷണറുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് SITക്ക് കഴിയുന്നില്ല. കാരണം ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനത്തെക്കാളും എത്രയോ വലുതാണ് SIT. എത്രയോ അധികാര പരിധിയുള്ള അന്വേഷണ പരിധിയുള്ള ഏജൻസിയാണ്. പക്ഷേ ഇതിന് ആനുപാതികമായി ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ ആനുപാതികമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് SITക്ക് കഴിയാതെ വരുമ്പോൾ നമ്മൾ ന്യായമായി സംശയിക്കണം, എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാത്തത്? ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. ഹൈക്കോടതിയിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് കേട്ടോ. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SITയിൽ വിശ്വാസമില്ല. കാരണം അത് നടത്തുന്നത് സർക്കാരാണ് എന്നുള്ളതാണ് വാദം. അത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 2, ഇന്നിപ്പോൾ താങ്കളും കണ്ടിട്ടുണ്ടാകുമല്ലോ നിയമസഭയിൽ നടന്ന കാര്യങ്ങളൊക്കെ. വാസ്തവത്തിൽ വളരെ സത്യസന്ധമായി പറയാം അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ SIT കൊടുക്കുന്ന റിപ്പോർട്ടിലെ വിവരങ്ങളാണല്ലോ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിനൊക്കെ അറിയാവുന്നത്. അപ്പോൾ അതിനപ്പുറം ഡീറ്റെയിൽഡായി അന്വേഷണത്തിന്റെ പുരോഗതി അടക്കം ഇതിന്റെ നാൾ വഴികളടക്കം ഇന്നിപ്പോൾ ഇതാ സഭയിൽ നിന്നും വിവരങ്ങളൊക്കെ അറിയാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു നമ്മൾ. പക്ഷെ സഭയിലാകെ ഉണ്ടായ കാര്യങ്ങൾ അവസാനം ഭരണപക്ഷത്തിന് നിങ്ങളൊരു അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിക്കാവുന്നതാണ് കേട്ടോ എന്ന് അങ്ങോട്ട് പറയേണ്ടി വരുന്ന ഒരു നിലയുണ്ടാകുകയാണ്. അവർക്കിപ്പോൾ സഭയിൽ വിശ്വാസമില്ല, SITയിൽ വിശ്വാസമില്ല, സർക്കാരിൽ വിശ്വാസമില്ല, കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞേനെ. പക്ഷെ പറഞ്ഞാൽ വകുപ്പ് മാറുമെന്ന് അറിയാവുന്നത് കൊണ്ടാകണം അത് പറയാത്തത്. ഇപ്പോൾ ഏതാണ്ട് ആ രൂപത്തിലാണ് ഇവിടുത്തെ പ്രശ്നം. അടിസ്ഥാനപരമായി കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകത്തില്ലെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രോപ്പറായിട്ടാണ് നടക്കുന്നതെന്ന് പല ഘട്ടങ്ങളിലായി ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. വിഷയമാണ്. അതിനകത്തൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകേണ്ട കാര്യമില്ല. കാര്യം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ക്രൈം നടന്നാൽ, ഒരു ഒഫൻസ് നടന്നാൽ
അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കോടതിയുടെ മോണിറ്ററിങ്ങിലൊന്നും അല്ല. പക്ഷേ ഇവിടെ ഈ ഐഡൽ എന്ന് പറയുന്നത് പെർപെക്ച്വൽ മൈനർ ആയതുകൊണ്ട് അതിൻ്റെ ഗാർഡിയൻ ബേസിക്കലി കോടതിയായിട്ട് വരുന്നു പല ആംഗിളിലും, പ്രത്യേകിച്ച് വെൻ ഇറ്റ് കംസ് ടു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അതുകൊണ്ടാണ് ഈ പറയുന്ന കോടതി ഇതിനകത്ത് വളരെ വിജിലൻ്റായി നിൽക്കുന്നത്. ആ വിജിലൻ്റായി നിൽക്കുന്ന കോടതി വളരെ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി പറഞ്ഞു. കൂടാതെ ഒരിക്കൽ സുപ്രീം കോടതിയുടെ പരാമർശം ഉണ്ടായി, വൃത്തിയായിട്ടാണ് അന്വേഷണം നടക്കുന്നതെന്ന്. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻ മോശമായി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയോ ഇവരിപ്പം ഈ SITയിൽ വിശ്വാസമില്ലെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു തരാം സീത, റോണി കെ ബേബിക്ക് പറയാൻ പറ്റില്ല. കാര്യം കോൺഗ്രസ്സുകാരുടെ പേര് വന്നു. കോൺഗ്രസ്സുകാരെ ഇനിയും വിളിപ്പിക്കുവോ, അന്വേഷിക്കാനോ, അറസ്റ്റിലേക്ക് പോവുമോ, അജയ് തറയലിനെ അടൂർ പ്രകാശിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇപ്പോഴേ നേരത്തെ എറിഞ്ഞിരിക്കുകയാണ്. എന്താ എറിഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന SITയിൽ വിശ്വാസമില്ല. നോക്കൂ, SITയിൽ കോൺഗ്രസ്സുകാർ വിശ്വസിക്കണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. SITയുടെ വിശ്വാസം ഇപ്പം നോക്കൂ, ആരാണോ ഇതിനെ മോണിറ്റർ ചെയ്യുന്നത്, ഈ പറഞ്ഞ അയ്യപ്പൻ്റെ ഗാർഡിയനായിട്ട് ആക്ട് ചെയ്യുന്നത് ഹൈക്കോടതിയാണെങ്കിൽ ആ ഹൈക്കോടതിക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി. ആ ഹൈക്കോടതിക്ക്, ഡിവിഷൻ ബെഞ്ചിന്, ദേവസ്വം ബെഞ്ചിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഇതിനകത്ത് സംശയം വരുന്നു ചോദിച്ചാൽ, SITയുടെ അന്വേഷണം ഈ പറയുന്ന ഈ ദ്വാരപാലക പ്രതിമയിൽ നിന്ന് അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ നിന്ന് മാറി കൊടിമരത്തിലേക്കും മറ്റ് ഓരോ ഘട്ടത്തിലേക്കും കടക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പം SITക്ക് വലിയ പവർ ഉണ്ടാകാൻ പോകുന്നു. SIT ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അകത്തോട്ട് കയറി പോകാൻ പോവാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പലരുടെയും പൊസിഷനെ അപ്സെറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലാതെ SITയുടെ കാര്യത്തിൽ ആൾക്കാർ സംശയിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാർക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നോക്കൂ, പൊതുവേ നമ്മൾ പറഞ്ഞ ഈ ഇവിടെ വന്ന അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അടിയന്തര പ്രമേയം ചർച്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വന്ന ശേഷം അടിയന്തരമായി ഇറങ്ങി ഓടുന്ന കോൺഗ്രസിനെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അണ്ടർ പ്രിപ്പയർഡായി പല കാര്യങ്ങളും സംസാരിക്കുക, ഫാക്ച്വൽ പൊസിഷനിൽ നിന്ന് മാറി സംസാരിക്കുക. ഈ പറയുന്നതിനെ നിങ്ങൾക്ക് ഒരു ചാനൽ ചർച്ചയിൽ പലപ്പോഴും അവതരിപ്പിക്കാൻ പറ്റും. കാര്യം കേരളത്തിലെ ചാനൽ ഫ്ലോറുകൾ ബേസിക്കലി കോൺഗ്രസിന് അനുകൂലമായി നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. നമുക്കൊരു അഡ്വേഴ്സീരിയൽ സാധനമാണ് നടക്കുന്നത്. നമുക്ക് ഒരു കാരണവശാലും നമുക്കവിടെ ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റില്ല. CPMനെതിരെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിലെ ചാനൽ ഫ്ലോറുകളിലുണ്ട്. പക്ഷേ ചാനൽ ഫ്ലോർ അല്ല നിയമസഭ. നിയമസഭയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഭൂരിപക്ഷത്തിനനുസരിച്ചാണ് ടൈം അലോക്കേഷൻ വരുന്നത്. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്നവർ സംസാരിക്കും, അത് നിയമസഭയുടെ രേഖയാകും, അത് ചരിത്രമാകും. അതല്ലാതെ ഈ പറയുന്ന കുത്തക മുതലാളിമാരുണ്ടാക്കിയിട്ടിരിക്കുന്ന ചാനലിലെ ഫ്ലോറിൽ വന്നിരുന്ന് രാഷ്ട്രീയ നിരീക്ഷകരെ 2 പേരെ അതിൻ്റെ കൂട്ടത്തിലൊരു കോൺഗ്രസ്സുകാരനെ, പിന്നെ കോൺഗ്രസ് ആയിരുന്ന ഒരാളെ, വേറൊരാളെ, ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചിരുത്തി അപ്പുറത്ത് ഒരു CPMകാരനെ കൂടെ പിടിച്ചിരുത്തി നടത്തുന്ന ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. അത് നിയമസഭയിൽ നടക്കത്തില്ല. ആ നിയമസഭയിൽ നടക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിശ്വാസ അടിയന്തര പ്രമേയം അവർ നടത്താത്തത്. നോക്കൂ, സത്യത്തിൽ ഇവർ പറയുന്ന അനുസരിച്ച് ഗൗരവമുള്ളവർ നോക്കൂ, SITയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് പ്രശ്നം? അത് നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവരണ്ടേ? SITയുമായിട്ടുള്ള അലിഗേഷൻ അവർക്ക് ഇപ്പോഴാണല്ലോ തുടങ്ങുന്നത്. ഇപ്പം ഈ പറയുന്ന ആൾക്കാരെ പലരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോഴല്ലേ വരുന്നത്. ഇപ്പം കടകംപള്ളിയെ ഇവർക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇത് നേരത്തെ തന്നെ പറയും, ഇപ്പം പറയല്ലോ അവർക്ക്. അപ്പോൾ അതൊന്നും അല്ല കാര്യം. അവർക്ക് SIT എന്ന് പറയുന്ന സംവിധാനത്തോട് അവർ നേരിടുന്ന ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ കണക്ഷനാണ്. ഒരു കാര്യം കൂടെ അടുത്ത് പറയാം, അതോടെ ചേരുമ്പോൾ അത് പൂർണ്ണമാവും. കഴിഞ്ഞ കുറച്ച് ദിവസം, ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ്, 2 ആഴ്ചയായി കാണും, രമേശ് ചെന്നിത്തല ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പനുമായിട്ടുള്ള ബന്ധപ്പെട്ട ശബരിമല വിഷയം ഇനി അധികം എടുത്തിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്തില്ലെന്ന്. നിങ്ങളുടെ വാർത്തയിൽ വന്നൊരു വിഷയമാണ്. അതുതന്നെയാണ് പ്രശ്നം. കാര്യം അയ്യപ്പനുമായിട്ട് പോറ്റിയെ കേറ്റിയെ എന്നൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ പാട്ടൊക്കെ പാടി ആൾക്കാർക്ക് വലിയ പ്രചരണം കൊടുത്തു. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ ക്രൈം എവിടെ നിന്ന് തുടങ്ങുന്നു, അതിൻ്റെ റൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് CPMോ കോൺഗ്രസോ ഒന്നും ഇവിടെ ഹൈക്കോടതിക്ക് പ്രശ്നമല്ല. എല്ലാവരും പിടിച്ചു. ഇപ്പോൾ CPMകാരൻ ഒരാളാണല്ലോ അകത്ത് കിടക്കുന്നത്, ജാമ്യം കൊടുത്തിട്ടില്ലല്ലോ, അല്ലേ? നമ്മളല്ലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഞാൻ ആ ഇൻവോൾവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കൊക്കെ അടുത്ത് പിന്നെ വരാം. ഇത് ഇമ്പാർഷ്യലായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷന് വിശ്വാസമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം വിശ്വാസമില്ല. ഒരു ദിവസം കൊണ്ട് വിശ്വാസം പോകാൻ എന്താ? ഈ പറയുന്ന കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല എനിക്കൊന്ന് ശ്രീകണ്ഠൻ നായരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്താണ് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷനകത്ത് പ്രശ്നമില്ല. മിനിഞ്ഞാന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രോപ്പറായിട്ടാണ് പോകുന്നത്.
ഇത് കഴിഞ്ഞ് എന്തോ സത്യത്തിൽ സംഭവിച്ചത്? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പെട്ടെന്ന് അങ്ങ് മാറി ചിന്തിക്കാൻ ഒന്നുമില്ല. ഇത് അതാ പറഞ്ഞു, ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞാൽ ഇനി ഇത് എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുമോ എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. അത് ഗൗരവമായിട്ട് ചിന്തിക്കുന്നൊരു വിഷയമാണ്. ദേ ഹാവ് ഡൺ ഇറ്റ് ബിഫോർ ഓൾസോ. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിട്ട് ഈ മതപരമായ കാര്യങ്ങൾ കളിക്കുക, പെട്ടെന്ന് അതിൻ്റെ ഫ്രൂട്ട്സ് എടുക്കുക, പിന്നെ ഇത് വിട്ടിട്ട് വേറെടുത്തോട്ട് പോവുക. പക്ഷേ കുഴപ്പമെന്നറിയോ, ഇൻവെസ്റ്റിഗേഷൻ ഇതുപോലെ തന്നെ പോകത്തില്ല. നോക്കൂ, കേരളത്തിൽ നടന്ന് ഇതുപോലെ സെൻസേഷണലൈസ് ചെയ്ത ഒരു വിഷയമായിരുന്നു. എന്താണ്? സ്വർണ്ണക്കടത്ത്. എന്തോ ആയി, എവിടെയൊക്കെ പോയി. കോൺഗ്രസ്സുകാർ പറഞ്ഞു കിട്ടിയാൽ അവരെല്ലാം ഇപ്പോൾ പിടിക്കുമെന്നായിരുന്നു. പക്ഷേ നത്തിങ് ഹാപ്പൻഡ്. ബേസിക്കലി അറ്റ് ദ എൻഡ് ഒന്നും സംഭവിച്ചില്ല. ശരി, ഞാൻ വരാം. VPP മുസ്തഫയിലേക്ക് പോകുകയാണ്. VPP, സാധാരണ നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷം ഇതാ ഞങ്ങൾക്കൊരു വിഷയത്തിൽ ചർച്ച ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധിക്കുന്നത് സ്വാഭാവിക കാഴ്ചയാണ്. നമ്മൾ ഈ നിയമസഭാ ചരിത്രത്തിൽ എത്രയോ തവണ കണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചർച്ച വേണേ എന്ന് പറയുകയാണ്. ആ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല, നിങ്ങൾ ദയവായി തയ്യാറാകൂ എന്ന് പറയേണ്ടി വരികയാണ്. സഭയ്ക്ക് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കേണ്ടി വരുന്നു ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങൾക്ക്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതെന്ന്? കേരളത്തിലെ UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വവും തന്ത്രങ്ങൾ പാളിപ്പോയ ഒരു പ്രതിപക്ഷ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അവരുടെ ഇടപെടലുകളിന്റെ ദുരന്തവുമാണ് നമ്മൾ ഇന്ന് തൊട്ട് ആരംഭിച്ച കേരള നിയമസഭയിൽ കാണുന്നത്. കാരണം ഇവിടെ അസിത ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഈ പ്രതിപക്ഷം ഈ നിയമസഭയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എപ്പോഴൊക്കെ സമൂഹത്തിൽ ഉയർന്നു വന്ന പല വിഷയങ്ങളിലും ചർച്ചകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ധൈര്യപൂർവം ആ വിഷയങ്ങളിൽ ചർച്ച അനുവദിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു കണക്ക് അസിത ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. 1957 സംസ്ഥാനം രൂപീകരിച്ചു. ഇപ്പൊ 2026 കേരള രൂപീകരണത്തിന്റെ 70ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 70 വർഷത്തിനിടയിലെ സംസ്ഥാന നിയമസഭയിൽ ആകെ വന്ന അടിയന്തര പ്രമേയങ്ങളുടെ എണ്ണം 53. അതിൽ 17 എണ്ണവും ചർച്ചയ്ക്കെടുത്തത് ഈ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ. പിണറായിയുടെ 1ഉം 2ഉം സർക്കാരുകൾ കൂടി ചേർത്താൽ 23 പ്രമേയങ്ങൾ എന്ന് പറഞ്ഞാൽ 60 വർഷം കൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്തത് 30 പ്രമേയങ്ങൾ മാത്രമാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 23 പ്രമേയങ്ങൾ ഈ VD സതീശൻ ഉൾപ്പെടെ പങ്കാളിയായിട്ടുള്ള 1ാം പിണറായി ഗവൺമെന്റും അദ്ദേഹം നേതൃസ്ഥാനത്ത് വന്ന 2ാം പിണറായി ഗവൺമെന്റിന്റെയും കാലത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. 23 എണ്ണം കൊണ്ട് അവർക്ക് തൃപ്തിയായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അടിയന്തര പ്രമേയത്തിൽ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്നത് കൊണ്ടുവരാതിരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFന്റെ ജാള്യതയാണ് ഇതിൽ വ്യക്തമാകുന്നത്. കാരണം ഇവിടെ ശ്രീ ലാൽകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ നമ്മുടെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി ധാരാളം വിഷയങ്ങൾ വിവാദമാക്കുന്നു. വിവാദമാക്കുകയാണ് ചെയ്യുന്നത്, അവർ സംവാദമാക്കുകയല്ല ചെയ്തത്. അങ്ങനെ വിവാദമാക്കിയ വിഷയങ്ങൾ അവർ നിയമസഭയിൽ ചർച്ച കൊണ്ടുവരും. അവര് കരുതിയത് നേരത്തെയുള്ള പലപ്പോഴുമുള്ള ശീലം വെച്ചിട്ട് എന്ന അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം അനുമതി നിഷേധിക്കും, അപ്പൊ ഇറങ്ങിപ്പോക്ക് നടത്താം, ഒരു പാഠം സൃഷ്ടിക്കാമെന്നാണ്. പക്ഷെ ഈ ഗവൺമെന്റ് നേരെ തിരിച്ചാ ചെയ്തത്. കാരണം എന്താ, ഈ ഓരോ വിഷയത്തെയും അത് സംവാദാത്മകമായിട്ട് പരിഗണിച്ചതാണ് ഇടതുപക്ഷം. അതേക്കുറിച്ച് കൃത്യമായ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട്. അതിനെ നെറികെട്ട നിലയിൽ വിവാദമാക്കാനാണ് വലതുപക്ഷം മാധ്യമങ്ങളുടെ പിൻബലത്തോടു കൂടി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചർച്ചയ്ക്കെടുത്തപ്പോൾ അവര് ചീട്ടുകെട്ടാരം പോലെ തേഞ്ഞുപോയി. അവര് പലപ്പോഴും നിയമസഭയിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പോലും നമ്മൾ കണ്ടല്ലോ. ഈ ഒടുവിലത്തെ തൊട്ട് മുമ്പുള്ള സഭാ സമ്മേളനത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് 3 ദിവസം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഓരോ ദിവസവും തേഞ്ഞുപോയി. അവരെ പിന്തുണക്കുന്ന, അവർക്ക് വേണ്ട ഇൻപുട്ട് കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും എഴുതേണ്ടി വന്നു, അവർക്ക് പോലും വിശകലനം ചെയ്യേണ്ടി വന്നു. അടിയന്തര പ്രമേയവുമായി വന്നിട്ട് ഈ പ്രതിപക്ഷമാകെ തീഞ്ഞുപോയി. എന്താ കാരണം? അവിടെയാണ് പ്രതിപക്ഷ നേതാവ്, അയാളാണല്ലോ ഫ്ലോർ മാനേജർ, അദ്ദേഹമാണല്ലോ ഇതിന്റെ തന്ത്രമൊക്കെ ആവിഷ്കരിക്കേണ്ടയാൾ. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തങ്ങൾക്കൊരു ദുരന്തമായി എന്ന് UDF തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് UDF ആലോചിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങൾക്ക് ചർച്ചയെ വേണ്ട. പിന്നെ എന്ത് ജനാധിപത്യത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചയും സംവാദവുമല്ലേ? അതിനെ ആർജവത്തോടു കൂടി നേരിടാൻ കഴിയലല്ലേ? തങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ, നിഗമനങ്ങൾ അത് ശക്തമായിട്ട് അവതരിപ്പിക്കാൻ
അതിനോടുള്ള ഭരണപക്ഷത്തിന്റെ വിയോജിപ്പുകൾ, അവരുടെ വിശദീകരണങ്ങൾ, അവരുടെ മറുപടികൾ, അതല്ലേ ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ വേണ്ടത് ചർച്ചയല്ലേ? അതിന് പകരം ഞങ്ങൾക്ക് ചർച്ച വേണ്ട എന്ന് പറയുന്നവർ എന്ത് കോൺഗ്രസ് ആണ്? ഗാന്ധിജിയുടെ കോൺഗ്രസ് ആണോ നിങ്ങൾ? നെഹ്റുവിന്റെ കോൺഗ്രസ് ആണോ നിങ്ങൾ? ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യമുള്ള കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾ ചർച്ചക്കല്ലേ സന്നദ്ധമാകേണ്ടത്? നിങ്ങൾ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളും അതിന്റെ മര്യാദകളും ഉയർത്തിപ്പിടിക്കാനല്ലേ സന്നദ്ധമാകേണ്ടത്? അതിനു പകരം ഈ പ്രതിപക്ഷം പേടിച്ചോടുകയാണ്. അതോടെ ഞാൻ പറഞ്ഞത്, അത് അസിത ചൂണ്ടിക്കാണിച്ചത് പോലെയാണ്. അവർക്ക് മുന്നനുഭവങ്ങളിൽ നിന്ന് അറിയാം. ഈ വിഷയം ഉൾപ്പെടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തെ ആളിക്കത്തിച്ചു. ഇവിടെ ഇന്നിപ്പോ സഭയിൽ കേട്ട അവര് തുടങ്ങി വെച്ചു ആ പാരമ്പര്യം. അത് അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നു. അയ്യപ്പൻ പോറ്റിയെ കേട്ടത് ആരപ്പ എന്ന് ചോദ്യം പ്രതിപക്ഷത്തു നിന്ന് വന്നപ്പോൾ ഭരണപക്ഷം കോറസ് ആയിട്ട് ഉത്തരം പറഞ്ഞു. അത് സോണിയാഗാന്ധിയാണ്, അത് കോൺഗ്രസ് ആണ്. വളരെ കൃത്യമല്ല നമ്മുടെ മുന്നിൽ. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് UDF ആണ്. പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് കയറ്റിയത് UDF ആണ്. ആ കള്ളനായ പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ്. അവിടെയാണ് ഇതിന്റെ ടേണിംഗ് പോയിന്റ്. ആ ടേണിംഗ് പോയിന്റ് വന്നപ്പോഴാണ് ഇപ്പൊ അവർക്ക് കൊഞ്ഞനം കുത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പോലും, അദ്ദേഹം വലിയ ജനാധിപത്യവാദിയായിട്ടാണ് പറയാറുള്ളത്. ഞാൻ എന്തും പഠിച്ചു പറയുന്നയാൾ അദ്ദേഹം പലപ്പോഴും അവകാശപ്പെടാറുള്ളത്. പലപ്പോഴും നിയമസഭയിൽ തന്നെ ഈ ചർച്ചകൾ വന്നപ്പോ മാധ്യമങ്ങളുമായിട്ടുള്ള വിനിമയത്തിനിടയിൽ അദ്ദേഹം എപ്പോഴും പറയാനുള്ളത് ഞാൻ എന്തും പഠിച്ചിട്ട് പറയുന്നയാളാണ് എന്നാണ്. ആ പഠിച്ചിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് പല സന്ദർഭങ്ങളിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ ഇവർ അങ്ങേയറ്റം ഇളിഭ്യരായി പോയത് നിയമസഭയിൽ. അത് ഇന്ന് പഴയതുപോലെയല്ലല്ലോ. ഇതൊക്കെ ലൈവായിട്ട് കാണുന്നത് കൊണ്ട് ഇനി അങ്ങനെ ഒരു ചാൻസ് ഇതുപോലൊരു സന്ദർഭത്തിൽ, ഇപ്പോഴത്തെ നിയമസഭയുടെ അവസാനത്തെ സെഷൻ കൂടിയാണല്ലോ. അപ്പോ അങ്ങനെ തങ്ങൾ ഈ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിവാദ വിഷയമാക്കാൻ ശ്രമിച്ച കാര്യം, അത് ഇടതുപക്ഷത്തിന്റെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ചുമലിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഒരു വിഷയം, ആ വിഷയത്തിൽ സ്വന്തം നെഞ്ചിന് നേരെ വലിയ നിലയിൽ തെളിവുകൾ പുറത്തു വരുന്നു. അതിന്റെ ഒരു കാര്യം കൂടി ഇന്ന് വന്നല്ലോ. ഇപ്പോ കടകംപള്ളി സുരേന്ദ്രനെതിരെ അദ്ദേഹം നേരത്തെ പ്രസ്താവന നടത്തി. ഇതൊക്കെ കട്ടതാര്, കൊണ്ടുപോയതാര്? കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. 108ാം ദിവസം ഇന്നിപ്പോ കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ ഡിഫമേഷൻ കേസിൽ 108ാമത്തെ ദിവസം ഇദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം മോഷ്ടിച്ചു എന്നോ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിന്റെ സൂത്രധാരനെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനൊരു മാനനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പൊതുവായിട്ട് ചില വർത്തമാനം പറഞ്ഞതേ ഉള്ളൂ എന്നാണ്. ഇതാണ് വി ഡി സതീശൻ. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി ഇവിടെ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന വിഷയത്തിന് ബാക്കിയാണ് ഞാൻ സൗഹാർദ്ദപരമായ ഒരു കാര്യം വെറുതെ ചോദിക്കുകയാണ് കേട്ടോ. വാസ്തവത്തിൽ ഇന്നിപ്പോൾ നോക്കൂ, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഈ പോറ്റിയെ സ്വർണം കട്ടവൻ ആരപ്പ എന്നൊരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കേട്ടൊരു പാരഡി, ആ പാരഡി ഗാനം പ്രതിപക്ഷ അംഗങ്ങൾ ഇങ്ങനെ പാടുമ്പോൾ ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നും മന്ത്രിക്ക് പിന്നിലിരിക്കുന്ന ഭരണപക്ഷത്തെ അംഗങ്ങൾ അതിന് കോറസായി കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പാടുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നോ റോണി കെ ബേബി? വാസ്തവത്തിൽ അതില്ല എന്ന് തോന്നുന്നു. അപ്രതീക്ഷിതമായ ആ ഗാനത്തിന്റെ മറുപടിയിലാണെന്ന് തോന്നുന്നു അല്ലെ ആകെ ഒരു വെപ്രാളം ഉണ്ടായത്? അങ്ങനെയാണോ? ഞാൻ സൗഹാർദ്ദപരമായി ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇല്ല, കാരണം ഒരിക്കലും അല്ല. കാരണം CPM-ന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെയുള്ള ഒരുപാട് പാരഡി കോമഡി ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം. പക്ഷേ ഏത് പാരഡി കോമഡി ഉണ്ടാക്കിയാലും കേരളത്തിലെ ജനങ്ങൾ ഏത് പാരഡിയാണ് സ്വീകരിച്ചത് എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. അപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട VPP മുസ്തഫ സാറും അതിനുമുമ്പ് ഡോക്ടർ ലാലും ഇപ്പോൾ അവരോട് പറഞ്ഞ ചോദ്യങ്ങൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട കമന്റുകൾ, അതിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട ഡോക്ടർ ലാൽ അദ്ദേഹം പറയുന്നു SIT-യുടെ ഏത് നടപടിയെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്ത കോടതി SIT-യെ വിമർശിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്ന് കോടതി ശാസനാസ്വരത്തിൽ ചോദിച്ചതിന് ശേഷമാണ് ശങ്കർദാസിനെ SIT അറസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് SIT-ക്ക് അവിടെ മുട്ടുമടക്കിയത്?
അതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം എന്ന് പക്ഷെ ഞാൻ പറയുന്നത്. ഒരു കാര്യം ഒന്ന് ചേർത്തോട്ടെ പ്രൊഫസർ റോണി കെ ബേബി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് പറയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കമന്റ്, അത് ഈ ശബരിമലയിലെ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചിൽ നിന്നുണ്ടായതേ അല്ല, മറിച്ച് ഈ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന ഒരു സിംഗിൾ ബെഞ്ചുണ്ട്. ആ സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലേക്ക് ഇത്തരം ഡീറ്റെയിൽസ് പൂർണ്ണമായും വന്നിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. അപ്പോൾ മറ്റാരുടെയൊക്കെയോ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു കമന്റായി ജസ്റ്റിസ് ബദ്രുദ്ദീന്റെ ബെഞ്ചിൽ നിന്ന് വന്നൊരു കമന്റാണ് കേട്ടോ അത്. അതല്ലാതെ ആ ദേവസ്വം ബെഞ്ചിന് ഇങ്ങനെ ഒരു ആക്ഷേപമേ ഇല്ല, പൂർണ്ണ സംതൃപ്തിയാണ് അന്വേഷണത്തിൽ കേട്ടോ സുപ്രീം കോടതിക്ക്. ഞാനേക്കാളും കാരണം അതൊരു നിയമപരമായ ഒരു മേഖലയായതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. കാരണം നമുക്കറിയാം ദേവസ്വം ബെഞ്ച് ആണെങ്കിലും അല്ലെ സിംഗിൾ ബെഞ്ച് ആണെങ്കിലും ഡിവിഷൻ ബെഞ്ച് ആണെങ്കിലും അതെല്ലാം നമ്മുടെ ഒരു നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഈ ദേവസ്വം ബെഞ്ചിന്റെ അവിടെ കുറെ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ചിൽ വേറെ കുറെ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു, അങ്ങനെയൊന്നുമില്ല. കാരണം കോടതിയിൽ സമർപ്പിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഒരേപോലെ ഒരു ബെഞ്ചിൽ കൊടുത്തു തന്നെയാണ് അടുത്ത ബെഞ്ചിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായി എന്ന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ഞാൻ അതിലൊന്ന് ഇടപെട്ടോട്ടെ. അതിലൊരു ക്ലാരിറ്റി വേണം, അതുകൊണ്ടാണ്. ലാൽകുമാർ അദ്ദേഹം നിയമവിദഗ്ധൻ കൂടിയാണല്ലോ. എനിക്ക് വാസ്തവത്തിൽ പ്രൊഫസർ റോണി കെ ബേബിയോട് ഈ ഘട്ടത്തിൽ രണ്ടാം റൗണ്ടിൽ ഞാൻ ചോദിക്കാൻ ഒരുങ്ങിയത് നേരത്തെ VPP പറഞ്ഞ ആ കോടതിയുമായി ബന്ധപ്പെട്ട VD സതീശന്റെ ആ നിലപാടിലെ മാറ്റമാണ്. അപ്പോൾ ഞാൻ അതിൽ സാന്ദർഭികമായി മറ്റൊരു കാര്യം ചോദിച്ച് അങ്ങനെ പോയെന്നേ ഉള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ ആ ഒരു ക്ലാരിറ്റി അഡ്വക്കേറ്റ് ലാൽകുമാർ ഒന്ന് പറഞ്ഞോളൂ, അത് നിയമവിദഗ്ധൻ എന്ന നിലയിൽ കൂടി. അല്ല, ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ മുന്നിലാണിത് വന്നത്. ബദറിൻ്റെ മുന്നിൽ ബെയിലുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പം നോക്കൂ, ഒരാളുടെ ബെയിൽ പരിഗണിക്കുമ്പം മറ്റൊരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അനുചിതമായി പോയി എന്ന പൊതുവേ ഒരു വിലയിരുത്തലുണ്ട്. നോക്കൂ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഒരു നടപടിയെ ഞാൻ അങ്ങനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നതിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം ക്ലിയറാണ്, താങ്കൾ പറഞ്ഞ വളരെ കൃത്യമായൊരു കാര്യമാണ്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം വെച്ചാൽ ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന ബെഞ്ച് ഡിവിഷൻ ബെഞ്ചായിരുന്നു. ഡിവിഷൻ ബെഞ്ചാണത് വളരെ വ്യക്തമായി ഡീറ്റെയിൽ ചെയ്ത് കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ വന്നു. ആ ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ആ ബെയിൽ ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഹലോ, പറഞ്ഞോളൂ. ബാക്കിയുള്ള വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്നൊരു വിഷയത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്ന് പോയൊരു പരാമർശത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു വിമർശനം പൊതുവേ ലീഗൽ ഫ്രട്ടേണിറ്റിയിൽ ഉണ്ടാകുന്നൊരു വിഷയമാണ്. അത് എനിക്ക് തോന്നുന്നു ഈ വിഷയം തന്നെ ഡിവിഷൻ ബെഞ്ചും അത് കോഗ്നൈസൻസിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. റോണി കെ ബേബിയുടെ ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നൊരു റിമാർക്ക് വന്നു എന്ന് ചോദിച്ചാൽ ആ റിമാർക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് അത്രയും ശക്തമായിട്ടല്ല ഡിവിഷൻ ബെഞ്ച് എടുത്തത്. കാര്യം സിംഗിൾ ബെഞ്ചിനെക്കാട്ടിലും വലുതാണ് ഡിവിഷൻ ബെഞ്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അവിടെ കൊണ്ട് പ്രൊഫസർ റോണി കെ ബേബി, VPP മുസ്തഫ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദത്തിലേക്ക്, ഒരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. പ്രൊഫസർ റോണി കെ ബേബി, താങ്കളും സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളായിരിക്കുമല്ലോ നിരന്തരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞത് ഇപ്പോൾ നിലപാട് മാറ്റിയത് എന്ന നിലയിലാണ്. അത് ഓരോ വിഷയത്തിലും അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നാളെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നൊരു കാര്യം. ഇന്നിപ്പോൾ ഈ വിഷയം സഭയിലേക്ക് വരുമ്പോഴും പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് കടകംപള്ളിയുമായി ബന്ധപ്പെട്ടാണ്. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല, കടകംപള്ളിക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് വലിയ കോലാഹലം ഉണ്ടാക്കുന്നു. അതിനെ തുടർന്നാണല്ലോ അദ്ദേഹം മാനനഷ്ടമൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരമാണ് ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്ത മറുപടി മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നത്. കടകംപള്ളിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല എന്നുള്ളതാണ് പ്രൊഫസർ റോണി കെ ബേബി പ്രതിപക്ഷ നേതാവിന്റെ വാദം. പ്രതിപക്ഷത്തിന്റെ വാദമല്ല കേട്ടോ, പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ നിയമസഭയിലെ ഈ നടപടിക്രമങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊന്ന് കേൾക്കാം നമുക്ക്. അതിനുശേഷം താങ്കൾക്ക് മറുപടി പറയാം. ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും. അപ്പൊ ദേവസ്വം മന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവുകൾ ഹാജരാക്കാം. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള എന്നുള്ള തെളിവുകളുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി, ഈ ചാനലുകളുടെ മുന്നിൽ നിന്ന് പറയുന്ന അത്ര എളുപ്പമല്ല കോടതിയിലേക്ക് വരുമ്പോൾ എന്നുള്ളത് കൊണ്ടാണോ? പക്ഷെ അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്, ഞാനത് കോടതിയിൽ കൊടുക്കുമെന്ന്. കോടതി തെളിവ് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് അദ്ദേഹത്തിന്, പ്രത്യേകിച്ചും ഒരു ഡിജിറ്റൽ യുഗത്തിൽ? ഇതിന്റെ അകത്തൊരു വ്യക്തതക്കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പ്രതിപക്ഷ നേതാവിന് മേൽ ആരോപിച്ച ആരോപണം ഇദ്ദേഹം മുമ്പെങ്കോ പറഞ്ഞിട്ടുണ്ട്. സ്വർണം കട്ടുകൊണ്ട് പോയത് കടകംപള്ളി സുരേന്ദ്രനാണ്, സ്വർണം മോഷിച്ചുകൊണ്ട് പോയിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്.
ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ എനിക്ക് പറയാം. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ആ പ്രതിപക്ഷ നേതാവ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. കാരണം എന്താ, ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2 ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കും അതിനെക്കുറിച്ച് അറിവുണ്ട്. കാരണം ഇന്ന് തന്നെ ഞാൻ കൃത്യമായി പറയാം, ഇവിടെ VN വാസവന്റെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ആരോപണം ഉയർന്ന ഉടനെ തന്നെ മന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ, വിമാനം തകർന്നു വീണു എന്നതിന് പേരിൽ പ്രധാനമന്ത്രി രാജിവെച്ചിട്ടുണ്ടോ? എത്ര ബാലിശമായ മറുപടിയാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാം അദ്ദേഹം അധികം വൈകാതെ തന്നെ രാജിവെക്കേണ്ടി വരും. കാരണം അതല്ലേ പറഞ്ഞത്, ആരോപണം ഉയരുന്നപ്പോൾ തന്നെ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരും. അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നു തന്നെയാ. ഇവിടെ കൃത്യമായി തന്നെ നമുക്കറിയാം. കാരണം പോയിന്റ് എന്നോട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, 2018 ആദ്യത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട മോഷണം നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് ഈ ദേവസ്വം വിജിലൻസിന്റെ കൈവശമുണ്ട്. അത് ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്, ഇത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 2018 മോഷണം നടത്തിയ അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ 2024 വീണ്ടും ഈ ശില്പങ്ങൾ അത് വീണ്ടും അഴിച്ചെടുത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ വേണ്ടി ദേവസ്വം ബോർഡ് എന്തിന് അനുമതി കൊടുത്തു? 2024 നടക്കാൻ വന്നപ്പോൾ വീണ്ടും 2021 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് എന്തിന് അമിത താല്പര്യപ്പെടുന്നത്? അതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. കൈമാറും. പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരമായില്ല പ്രൊഫസർ റോണിക്ക് ബേബി. എന്റെ ചോദ്യം കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആരോപണം അത് വളരെ ക്ലിയർ ആയിരുന്നു. അദ്ദേഹം മുൻപ് നിയമസഭയിലും അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി കേസ് കൊടുത്തത്. പേരെടുത്തുള്ള ആക്ഷേപമായിരുന്നു, അദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരുന്നു. ഇന്ന് രാവിലെയും VD സതീശൻ പറയുന്നത് കടകംപള്ളിക്ക് ഇതുമായി ബന്ധമുണ്ട്, പോറ്റിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന തെളിവുകൾ എന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. ആ തെളിവുകൾ കോടതിയിൽ കൈമാറാൻ എന്താണ് അദ്ദേഹത്തിന് മടി? കോടതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങേണ്ട സാഹചര്യം എന്താണ്? ഇവര് തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നതും സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത് ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യത്തിലാണ് കടകംപള്ളിയുടെ മാനനഷ്ട കേസ്, പറയാത്ത കാര്യത്തിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണം കട്ടോണ്ട് പോയി എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെ അസന്നിഗ്ധമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ പറയാം, ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ളൊരു മനസ്സറിവ്, അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ഒരു കാര്യം ഇവിടെ കൃത്യമായി VPP മുസ്തഫയോടും ഡോക്ടർ ലാലിനോട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ 90 ദിവസം ആകാൻ പോവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ട്. 90 ദിവസത്തിനകം പ്രൊഫസർ റോണിക്ക് ബേബി, കടകംപള്ളി അപ്പോൾ ഇത് കട്ടോണ്ട് പോയി എന്നുള്ളത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമില്ല, അങ്ങനെ വിശ്വസിക്കുമെന്നുമില്ല. പക്ഷേ കടകംപള്ളി ആ കാലത്ത് ദേവസ്വം മന്ത്രി ആയിരുന്നതുകൊണ്ട് മറുപടി പറയണം. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണ്. അതിനെ തുടർന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറയുന്ന SITയുടെ റിപ്പോർട്ടിലും കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കും അന്വേഷണം പോകണമെന്നും അതിൽ അനധികൃതമായി പലതും നടന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അന്ന് പ്രയർ ഗോപാലകൃഷ്ണനാണ്, അദ്ദേഹത്തിനോട് ചോദിക്കാൻ കഴിയില്ല. ജയ്തറയിൽ ഇപ്പോഴും ഉണ്ട്. അതിലേക്ക് കൂടി അപ്പോൾ അതെന്താണ് നിങ്ങൾ അഡ്രസ് ചെയ്തത്? അതുകൂടി പറയൂ. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആവും. ഇപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ പുറത്തു വന്നില്ലേ? ഇനിയും ദേശാഭിമാനിയും കൈരളി TVയും CPM ആ വിഷയത്തിൽ തൂങ്ങേണ്ടതുണ്ടോ? SIT കൊടുത്ത റിപ്പോർട്ടിന്മേലുള്ള ഹൈക്കോടതിയുടെ റിവ്യൂ താങ്കൾ വായിച്ചിട്ടില്ല. അതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട്. ഒരു പക്ഷെ CPM അവിടെ ഈ പറയുന്ന പ്രശ്നം വെക്കുന്ന കാര്യത്തിലും ഒന്നും CPMന്റെ സഖാക്കന്മാർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്നത്തിലാണ് കൃത്യമായി തന്നെ കൊടിമരം മാറ്റണം. അതിന്റെ ഡേറ്റ് പറയാം. അവിടെ CK ഗോവിന്ദൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ആ ഈ പറയുന്ന ദേവപ്രശ്നം വരുന്നത്. ആ ഭരണസമിതിയാണ് ഇത് തീരുമാനിക്കുന്നത്. പിന്നീട് നടപ്പാക്കുന്നതാണ് 2017 ഇപ്പോൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടത്തിൽ. ഇത് വളരെ കൃത്യമായിട്ട് ആ അതിനകത്തുണ്ട്. അന്ന് ഈ പറയുന്ന ഈ ചടങ്ങ് നടക്കുമ്പോൾ ഈ വാജിവാഹനം എന്ന് പറയുന്ന പരമപുണ്യമായിട്ടുള്ള ആ സാമഗ്രികൾ ഇത് തന്ത്രിക്ക് കൈമാറുമ്പോൾ അത് കൃത്യമായി ദേവപ്രശ്നത്തിനുള്ളതാണ്, ആചാരപരമായിട്ടുള്ളതാണ്. അതിന്റെ ഉടമ എന്ന് പറയുന്നത് ഇങ്ങനെ ലോക രീതിയിലുള്ള ഇതുപോലെയുള്ള ശേഷിപ്പുകളുടെ കസ്റ്റോഡിയൻ ഉടമസ്ഥത എന്ന് പറയുന്നത് തന്ത്രിക്കാണ് എന്ന് വളരെ തന്നെ ആചാരത്തിലുള്ളതാണ്. അവിടെ എന്താണ് പ്രയാർ ഗോപാലകൃഷ്ണൻ അനുമതി കാണിച്ചത്? അതിലെന്താണ് ഈ പറയുന്ന ഞങ്ങളുടെ ശരി, അപ്പോൾ ആ ചോദ്യം നമ്മൾ ഇതാ കോടതിയിലേക്ക് കൈമാറേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ കോടതി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. താങ്കൾ ഉന്നയിച്ച 2 കാര്യങ്ങളിൽ VPPയോടുള്ള പ്രതികരണം. VPP അതിൽ ഒരു രാഷ്ട്രീയ ആരോപണമുണ്ട്. അത് അതായത് ആദ്യം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലും വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് എത്തി എന്നുള്ള ചോദ്യം, അത് രാഷ്ട്രീയമാണ്. താങ്കൾക്ക് മറുപടി പറയാം. രണ്ടാമത്തെ കാര്യം, കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി മോഷ്ടിച്ചു എന്നൊരു
ആക്ഷേപം അവർക്ക് ഇല്ലെന്നേ. ഇപ്പോഴും പ്രൊഫസർ റോണി കെ ബേബി പറയുന്നുണ്ട് ഇല്ല എന്ന്. അപ്പോൾ കടകംപള്ളി അവരുടെ റഡാറിൽ നിന്നും അവർ വിടുതൽ നൽകിയിട്ടുണ്ട് കടകംപള്ളിക്ക്. അപ്പോ ഇവിടെ താങ്കൾ തന്നെ ഇപ്പൊ കാണിച്ച വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ സതീശൻ പറയുന്നത് എന്താ? കോടതിയിൽ താൻ കടകംപള്ളിക്കെതിരായ തെളിവുകൾ ഹാജരാക്കുമെന്നാണ്. പിന്നെ എന്ത് തെളിവ് ഹാജരാക്കാനുള്ളത്? അദ്ദേഹത്തിന് ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പങ്കാളിത്തമില്ലെങ്കിൽ, അദ്ദേഹം സ്വർണം മോഷ്ടിച്ചെടുത്തതിൽ പങ്കുവഹിച്ചിട്ടില്ല എന്ന് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് കോടതിയിൽ വി.ഡി. സതീശന്റെ അഭിഭാഷകനും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്ത് തെളിവാണ് ഹാജരാക്കാനുള്ളത്? ഇത്രയും ദിവസം ശ്രീ റോണി വി.ഡി. സതീശൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഈ കാര്യങ്ങൾ കുറച്ചു ദിവസം മുമ്പ് കോടതി കഴിഞ്ഞ തവണ ഈ വാദത്തിനെടുത്തപ്പോൾ അന്നും വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാതിരുന്നപ്പോൾ അന്നത്തെ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ വി.ഡി. സതീശൻ നൽകിയ മറുപടി എന്താ? ഞാൻ തെളിവുകൾ ഹാജരാക്കുമെന്നാണ്. ഇന്ന് രാവിലെയും നിയമസഭയുടെ പരിസരത്ത് വെച്ച് അദ്ദേഹം പറയുന്നത് എന്താ? കടകംപള്ളിക്കെതിരെ ഞാൻ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കെ, പൊതുജന മധ്യത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കെ, അദ്ദേഹം നിയോഗിച്ച അഭിഭാഷകൻ അദ്ദേഹത്തോട് ആലോചിച്ചിട്ട് കോടതിയിൽ എഴുതി കൊടുക്കുന്നത് എന്താ? കടകംപള്ളി സുരേന്ദ്രന് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ വിഷയമുള്ളത് കടകംപള്ളി സുരേന്ദ്രന്? ഇത് നടക്കുന്ന കാലത്ത് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. ദേവസ്വം വകുപ്പ് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ? ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രി ഇടപെടില്ല. ദേവസ്വം ബോർഡിനെ രൂപീകരിക്കുന്ന സർക്കാർ ഉത്തരവ് അത് മന്ത്രി കാണുന്നുണ്ട്. ആ ബോർഡിലെ അംഗങ്ങളെ തീരുമാനിച്ച് ബോർഡ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ പിന്നെ അത് സ്വതന്ത്ര സ്ഥാപനമാണ്. അവിടെ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രിക്കോ ഗവൺമെന്റിനോ ഇടപെടാൻ കഴിയില്ല. അത് റോണിക്ക് അറിയാവുന്ന കാര്യമല്ലേ? വി.ഡി. സതീശൻ അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഇന്നത്തെ സമരം? അപ്പൊ റോണി പറയുന്നതാണ് വാദമെങ്കിൽ, വി.ഡി. സതീശൻ കോടതിയിൽ പറഞ്ഞതാണ് കാര്യമെങ്കിൽ, ഈ സമരം തന്നെ അപ്രസക്തമല്ലേ? നിങ്ങൾ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നല്ലേ ആവശ്യപ്പെടുന്നത്? ദേവസ്വം മന്ത്രിക്ക് പങ്കില്ല. ഇത് നടന്ന കാലത്ത് ദേവസ്വം മന്ത്രിക്കേ പങ്കില്ല. അപ്പൊ പിന്നെ ഇന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത്? അപ്പൊ നിങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം തന്നെ പാളിപ്പോയില്ലേ? അത് തന്നെ പൊളിഞ്ഞു പോയില്ലേ? അപ്പൊ നിങ്ങൾ കാണിക്കുന്ന വെറും ഗിമ്മിക്ക് മാത്രമല്ലേ? ഇനിയിപ്പോ അസിത അദ്ദേഹം പറഞ്ഞ കാലഗണന എടുത്തു നോക്ക്. എപ്പോഴാണ് ഇപ്പോ കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പേർ, ഈ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഇവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കൾപ്രിറ്റുകൾ. അവർ 3 കൂടി എപ്പോഴാണ് ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടത്? അത് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇന്ന് നിയമസഭയിൽ ശ്രീ എം പി രാജേഷ്, ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടി ഉന്നയിച്ച ഒരു നിരീക്ഷണം വളരെ പ്രസക്തമല്ലേ? കടകംപള്ളി സുരേന്ദ്രൻ പറയാ, കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ഒരു ഫോട്ടോ ആണല്ലോ ഇന്ന് അവർ കാണിച്ചത്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രനും ഗോവർദ്ധനും തമ്മിലുള്ള ഒരു ഫോട്ടോ ഇല്ല. കടകംപള്ളി സുരേന്ദ്രനും പങ്കജ് ഭണ്ഡാരിയും തമ്മിലുള്ള ഫോട്ടോ ഇല്ല. ഇവര് 3 ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവ്, കടകംപള്ളി മാത്രമല്ല, ഈ 3 കള്ളന്മാരോടും ഒപ്പം ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവ് നിൽക്കുന്ന ഒരൊറ്റ ഫ്രെയിമും ഇല്ല. എന്നാൽ ഈ 3 പ്രധാനപ്പെട്ട കള്ളന്മാരും കോൺഗ്രസ് നേതാക്കളോടൊപ്പം, ഏറ്റവും ഉന്നതരായ കോൺഗ്രസ് നേതാക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ഇവരെല്ലാം കൂടി സോണിയാഗാന്ധിയോടൊപ്പം ഈ 3 കള്ളന്മാരും കൂടി നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോ എങ്ങനെയാണ് ഇപ്പോ കേസിൽ പ്രതിയായി ഒരുമിച്ച് ജയിലിൽ കഴിയുന്ന ഈ 3 പേർക്കും 2014 UPA രാജ്യം ഭരിക്കുന്ന കാലത്ത് ആ ഭരണമുന്നണിയുടെ ചെയർപേഴ്സൺ എന്ന ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്ന ഈ സെഡ് കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഈ 3 കള്ളന്മാരും ഒരുമിച്ച് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? റോണി, ആ ചോദ്യത്തിന് ഒരു ലോജിക്കില്ലേ? അതിന് മറുപടി പറയണ്ടേ? അന്ന് പോറ്റിശ്ശേരി ഈ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ബന്ധമുണ്ടാകുന്ന മനസ്സിലാക്കാം. പക്ഷെ ഈ കർണാടകയിലെ സ്വർണ്ണ കച്ചവടക്കാരനായ പങ്കജ് ഭണ്ഡാരിയും തമിഴ്നാട്ടിൽ സ്വർണം ഉരുക്കുന്ന കമ്പനി നടത്തുന്ന ഗോവർദ്ധനുമെല്ലാം എങ്ങനെയാണ്, ഇവർ 3 ഒരുമിച്ച് എങ്ങനെയാണ് 2014 മുതലേ ബന്ധമുണ്ടാകുന്നത്? ആ ബന്ധക്കാരെങ്ങനെയാണ് ഒരുമിച്ച് അടൂർ പ്രകാശിന്റെ കാർമ്മികത്വത്തിൽ സോണിയാഗാന്ധിയെ പോയിട്ട് കാണുന്നത്? അപ്പൊ ഇത് 2018 മാത്രം യാദൃച്ഛികമായിട്ട് ഒരു സന്ദർഭം കിട്ടിയപ്പോ കട്ടുകൊണ്ട് പോയതാണോ? നേരത്തെ ഇതിന്റെ ഗൂഢാലോചന നടന്നു എന്നല്ലേ? 2014 ഇതെല്ലാം നടക്കുന്ന കാലത്ത് ആരാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദികൾ?
ആരാണ് അന്ന് കേരളത്തിലെ ഗവൺമെന്റും അതിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയും? അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ VS ജയകുമാർ അന്ന് ഏത് സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ ഏത് ചുമതലയിലാണ് ഈ ദേവസ്വം ബോർഡിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്? അതുകൊണ്ട് റോണി കാര്യങ്ങൾ കൃത്യമായി നല്ല സൂക്ഷ്മദർശിനിയിൽ പുറത്തേക്ക് വരികയാ. നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ കാര്യങ്ങൾ വന്നിരുന്നില്ല. അന്ന് ഞങ്ങളുടെ 2 നേതാക്കൾ അറസ്റ്റിലായി. നിങ്ങളുടെ സംഘടനാ നേതൃത്വത്തിൽപ്പെട്ട 6 പേർ, മുരാരി ബാബുവും അതുപോലെ മറ്റാളുകളും ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ INTUC യൂണിയന്റെ നേതാക്കളായ 6 പേർ ഇങ്ങനെ അറസ്റ്റിലായി. പക്ഷെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങളുടെ 2 പേരായിരുന്നു. അത് വെച്ച് നിങ്ങൾക്ക് പ്രചരണം നടത്താൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്താ അന്ന് ഈ വിശദീകരണങ്ങൾ നൽകാൻ കഴിയാത്തത്? SITയുടെ അന്വേഷണ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല. കേരള പോലീസിലെ ടീം തന്നെയാ, പക്ഷെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസോ പാർട്ടിയോ അതിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വിശദാംശം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് SIT ഓരോ ഇടക്കാല റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന മുറക്ക് വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതിലാണ് അസിത സൂചിപ്പിച്ചതുപോലെ കൊടിമരം ഉൾപ്പെടെ പ്രശ്നം വരുന്നത്. അപ്പോ അസിത ഈ കളവിലേക്ക്, ഈ സ്വർണപ്പാളിയും കട്ടിളപ്പാളിയും എല്ലാം കക്കുന്നതിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ആദ്യത്തത് ഈ കൊടിമരമാണ്. അത് വെറും കൊടിമരമല്ലല്ലോ, അതും സ്വർണം പൊതിഞ്ഞ കൊടിമരമല്ലേ? ആ സ്വർണം പൊതിഞ്ഞ കൊടിമരം, ഈ കോൺക്രീറ്റ് കൊടിമരമൊക്കെ ചെതലരിച്ചു എന്ന് പ്രശ്നത്തിൽ പറഞ്ഞതാണെങ്കിൽ അങ്ങനെ എടുത്താലും അതൊക്കെ എന്തെങ്കിലും ലോജിക്കുള്ളതാണോ? അവിടുന്ന് ആ കൊടിമരത്തിലെ സ്വർണം അവർക്ക് ഉരുക്കി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു, അത് റിമൂവ് ആവാൻ കഴിഞ്ഞു. അത് നടക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാൻ, അജിത് അറയിൽ മെമ്പർ, ഈ UDF ദേവസ്വം ബോർഡിന്റെ കാലത്ത്. അതാണ് ഒന്നാമത്തെ മോഷണം. അത് 2017 നടക്കുന്നതാ. അതിനുശേഷമാണ് 2018-ലെയും 2019-ലെയും എല്ലാം മോഷണം വരുന്നത് റോണി മാഷെ. അപ്പൊ നിങ്ങൾ നോക്ക്, ആദ്യത്തെ ടെസ്റ്റ് ഡോസ് നടത്തി അതിൽ കഴിഞ്ഞപ്പോഴാണ് പോയത്. ഇതിലേക്ക് തന്നെ എത്തുന്നത് എങ്ങനെയാ? അതിലാണ് 2014 മുതലേ ഈ സംഘം ഒരു ഗൂഢ ആലോചന നടത്തി അതിനു വേണ്ട പ്ലോട്ട് ഒരുക്കുന്നത്. ഇതെല്ലാം വളരെ കൃത്യമല്ലേ നമ്മുടെ മുന്നിൽ? അപ്പോ 2014 മുതൽ ഈ സംഘം ഒരുമിച്ച് വരുന്നത് തൊട്ട്, അതിന് കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ബന്ധം തൊട്ട് ഇങ്ങോട്ട് അതിന്റെ ക്രൊണോളജി എടുത്തു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ കള്ളന്മാർ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞത്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചാൽ, പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും സോണിയാഗാന്ധിയുടെ അടുത്ത് കയറ്റിയതും നിങ്ങളാണ്. ആ കള്ളം പോറ്റിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായവരെ, കള്ളന്മാരെയും ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിലപാട് വിശദീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഉത്തരം മുട്ടും. അതുകൊണ്ടല്ലേ സതീശൻ ചർച്ച വേണ്ടെന്ന് പറയുന്നത്. റോണി മാഷ് അത് പറയൂ, ചർച്ച വേണ്ട എന്നുള്ളത് ഒരു ജനാധിപത്യ നിലപാടാണ്. നിയമസഭ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇന്ന് കാണിച്ചതുപോലെ മുദ്രാവാക്യം വിളിക്കാനും ഗോഗോ വിളിക്കാനും ജാഥ നടത്താനുമാണോ? അതിന് മാത്രമായിട്ടാണോ സഭ വേണ്ടത്? അപ്പൊ സഭയിൽ ചർച്ച വേണ്ട, പകരം ഞങ്ങളുടെ ജാഥ മതി, സമരം മതി എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ്? റോണി സാറ് ജനാധിപത്യത്തെ കുറിച്ചും പറയുന്നയാളല്ലേ, അതുകൂടി പറയൂ. ശരി, ഓക്കെ. ഞാൻ റോണി സാർ, ഞാൻ ലാലിലേക്ക് ഒന്ന് പോയിട്ട് താങ്കളിലേക്ക് വരാമെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി ഈ സോണിയാഗാന്ധിയും പോറ്റി ഉൾപ്പെടെയുള്ള, അതായത് ഇന്നിപ്പോൾ MP രാജേഷ് തന്നെ പറഞ്ഞതുപോലെ കട്ടവനും വിറ്റവനും വാങ്ങിയവനും എല്ലാം ഒറ്റ ഫ്രെയിമിൽ. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ ഉണ്ട് എല്ലാവരും. ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഈ ചിത്രം ഉയർത്തിക്കാട്ടി സോണിയാഗാന്ധിയും പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ആദ്യം പറയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രമുണ്ടല്ലോ, അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ഒരു പൊതുപരിപാടിയാണ്, നമ്മൾ പലതവണ അത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ചിത്രത്തിൽ ഒരിടത്ത് നിൽക്കുന്നു, ആ വീഡിയോയിൽ ഒരിടത്ത് നിൽക്കുന്നു. പക്ഷേ സോണിയാഗാന്ധിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതാ സ്വകാര്യ വസതി. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുപോലെ കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സാധിക്കാതിരുന്ന വ്യക്തി, വലിയ സുരക്ഷയിലുള്ള ആൾ, അവിടേക്ക് എങ്ങനെ എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ആ ചോദ്യം ഇങ്ങനെ കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ചോദ്യത്തിന്റെ ആഴം കൂടുന്തോറും കടകംപള്ളിക്ക് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലാൽകുമാർ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? അവരെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ആ വിഷയത്തിൽ എന്താണ് മറുപടി പറയാൻ സാധിക്കാത്തത്? അല്ല, ഇപ്പം സഖാവ് VPP ആദ്യത്തെ സ്ട്രെച്ചിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രയോഗം നടത്തി. ആ പ്രയോഗം VD സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്. എന്താണ്, ഞാൻ എല്ലാം പഠിച്ചിട്ടേ കാര്യങ്ങൾ പറയത്തുള്ളൂ.
അപ്പം എനിക്ക് തോന്നുന്നു VD സതീശൻ എല്ലാം കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ടാണ് നിയമസഭയിൽ ഇങ്ങനൊരു അടിയന്തര പ്രമേയം വേണ്ടാന്ന് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും എഴുന്നേറ്റ് നിന്ന് പിണറായി വിജയൻ്റെ ബന്ധമുള്ളതും പിണറായി വിജയൻ ആംബുലൻസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതും ഈ ലോകത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും പറയാൻ ഒരവസരം കിട്ടുമായിരുന്നു. ആ അവസരം വേണ്ടാന്ന് വെച്ചത് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കാം, അറിയത്തില്ല. അദ്ദേഹം തന്നെ മറുപടി വരേണ്ടതാണ്. നോക്കൂ, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടുത്ത വന്നത്. വളരെ ഗൗരവമേറിയ വിഷയമായിട്ടാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. കാരണം സോണിയാഗാന്ധിയുടെ ഇപ്പം നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇപ്പം ഒരു 100 ദിവസത്തോളമായി ഈ ഡിബേറ്റുകൾ കേരളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? കഴിഞ്ഞ മൂന്ന് മാസമായിട്ടെങ്കിലും ഇത് തന്നെയാണ് വിഷയം. ഏറ്റവും പ്രോമിനൻ്റായിട്ട് മറ്റ് ഏതെങ്കിലും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വിഷയം ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നിൽക്കുന്നൊരു വിഷയത്തിൽ CPIM എന്ന് പറയുന്ന ഭരണകക്ഷി അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ വാദം എന്താണ്? ഈ പറയുന്ന ഇപ്പോൾ VPP പറഞ്ഞ 3 പേരോടൊപ്പം ചേർന്ന് നിന്ന് സോണിയാഗാന്ധി നിൽക്കുന്നു. ആ സോണിയാഗാന്ധി നിൽക്കുന്നതിൻ്റെ സോണിയാഗാന്ധിയുടെ ഓഫീസിൻ്റെ എക്സ്പ്ലനേഷൻ നോർമൽ കോഴ്സിൽ വരേണ്ടതല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ചോദിച്ചതാണ്. ആരാണ് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തത്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അടൂർ പ്രകാശ് അല്ല. കാര്യം അടൂർ പ്രകാശിനെ അവിടെ കയറ്റത്തില്ല. എനിക്ക് ഉറപ്പായിട്ടും അടൂർ പ്രകാശിനെ അവിടെ കയറ്റത്തില്ല. കാര്യം അടൂർ പ്രകാശിനെ കയറ്റാനുള്ള ആൾ അടൂർ പ്രകാശ് ഇല്ല. ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ UDF കൺവീനർ എന്ന് പറഞ്ഞ് നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തത് ആൻ്റോ ആൻ്റണിയാണ്. ആൻ്റോ ആൻ്റണിയെ അങ്ങനെ പരിഗണിക്കേണ്ട, സോണിയാഗാന്ധിയെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടൂർ പ്രകാശ് പറഞ്ഞത് അടൂർ പ്രകാശ് പോറ്റിയുടെ കൂട്ടത്തിലാണ് പോയെന്നാണ്. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തത് ഇവർ രണ്ടുപേരുമല്ല, പോറ്റിയോ പോറ്റിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരോ ആണ്. ഇതാരാണ് അപ്പോയിൻമെൻ്റ് എടുത്തത്? ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത്? അതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വെളിയിൽ വിട്ടാൽ പ്രശ്നം തീരുമല്ലോ. നമ്മൾ ഇവിടുന്ന് നോക്കൂ, ഈ പറയുന്ന ഭണ്ഡാരിയും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് സോണിയാഗാന്ധി ഈ കോൺസ്പിറസിയുടെ ഭാഗമാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത്? പക്ഷെ കുഴപ്പം എന്താണെന്നറിയോ? ഈ 3 കള്ളന്മാരെ എങ്ങനെ ഒരുമിച്ച് ഈ VPP പറഞ്ഞാൽ ഒരുമിച്ച് എങ്ങനെ കണ്ടു? കാണേണ്ട കാര്യം എന്ത്? ഇപ്പോൾ പോറ്റിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ വക്താവായ BRM ഷഫീർ പറഞ്ഞു കയ്യെ ചരട് കെട്ടാനും അസുഖമായ ബാധ്യതയായിരിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. പോട്ടെ, വാദത്തിന് അദ്ദേഹത്തിൻ്റെ വാദം നമുക്ക് അങ്ങ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സ്വർണം വിൽക്കുന്നവൻ എന്തിനാന്നേ കൂട്ടത്തിലതിൻ്റെ അല്ലേ? അവരെ കൂടെ എന്തിനാ പോന്നേ? അതാണ് നമ്മൾ വളരെ സസൂക്ഷ്മം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവരൊരു കോക്കസാണ്. അതിനകത്തോട്ട് സോണിയാഗാന്ധി ആ കോക്കസാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സോണിയാഗാന്ധിയിലേക്ക് എത്തിയത് എങ്ങനെ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് അടിത്തട്ടിൽ കോൺഗ്രസ് ബന്ധം കൃത്യമായിട്ടുണ്ട്. കാര്യം ബെല്ലാരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലെ വലിയ ഗ്രൂപ്പാണ്. ആ ഏരിയയിലുള്ളവർ അത് ചെറിയ ആൾക്കാരല്ല അവർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ചെറുതായിട്ട് പറയുന്നതല്ല, അത് വളരെ സസൂക്ഷ്മം നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇവരെയൊക്കെ കാണേണ്ട അടൂർ പ്രകാശിനെ എങ്ങനെ അറിയാം? ഈ പോട്ടെ, പോറ്റി ശബരിമലയിൽ പോയി നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്ക് വിചാരിക്കാം. ശബരിമല അടൂർ പ്രകാശ് തൊഴാൻ പോയപ്പം അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് പോറ്റി അവിടെ വെച്ച് കണ്ടു. എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. ഈ ഭണ്ഡാരി എപ്പോഴാണ് എങ്ങനെ അടൂർ പ്രകാശ് കണ്ടേ? ഈ ഫ്രെയിമിൽ അവരെങ്ങനെ വന്നേ? അത് പറയണ്ടേ? അതിൻ്റെ എക്സ്പ്ലനേഷൻ അടൂർ പ്രകാശ് പറയണ്ടേ? അതും അടൂർ പ്രകാശ് പറയത്തില്ല. ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് കൃത്യമായി ഇവർക്ക് പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അതിന് കൃത്യമായ മനുഷ്യന് മനസ്സിലാകുന്ന, ബോധ്യപ്പെടുന്ന വിശദീകരണം തരത്തക്ക രീതിയിലുള്ള ഒരു ഉത്തരം അവരുടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് പിന്നെ കടകംപള്ളിയുടെ അനിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ VPP പറഞ്ഞൊരു കാര്യം എന്നാ, കടകംപള്ളിയുടെ കൂട്ടത്തിലുള്ള ഫോട്ടോയുണ്ട്, മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ഫോട്ടോയുണ്ട്. ഉണ്ടെന്നേ. നോക്കൂ, പോറ്റിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഉള്ളവരെല്ലാം ഈ കേസിലെ പ്രതികളാകത്തില്ല. പോറ്റിയുടെ വീട്ടിൽ ചെന്നിട്ടുള്ളവരെല്ലാം ഈ സ്വർണ്ണക്കടത്തിലെ പ്രതികളാവുമോ? അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോയവരെല്ലാം പിടിച്ചകത്തിടണമല്ലോ. അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. നമ്മളതിൻ്റെ ആ ഇമ്പോർട്ടൻസ് കാണേണ്ടത് ഇവർ എങ്ങനെ ഇതിൽ കണക്റ്റായി. പോറ്റി കള്ളനാണോ? പോറ്റിക്ക് എത്ര സ്വർണം കിട്ടിയിട്ടുണ്ട്? ഈ പറയുന്ന ആൾക്കാരിലേക്ക് സ്വർണം എത്തിയിട്ടുണ്ടോ? അങ്ങനെ എത്ര അൺഡ്യൂ അഡ്വാൻറ്റേജ് അവർ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുണ്ട്? ഇത് അമാസ് ചെയ്തെടുത്തിട്ടുണ്ടോ? ഇതിന് മുമ്പ് തന്നെ പോറ്റി അവിടെ ചെന്നിരുന്നു എന്ന്, ശബരിമലയിൽ ചെന്നിരുന്നു എന്ന് പറയുന്നു. ശബരിമല പോറ്റിയെ പ്ലാൻ ചെയ്തത് തന്ത്രിയാണോ? തന്ത്രിക്ക് ഇതിനകത്ത് എന്താണ് നേട്ടം? തന്ത്രിക്ക് വേണ്ടി ഇപ്പം കഴിഞ്ഞ ദിവസം നോക്കൂ, കൈരളി TV-യുടെ ഇൻ്റർവ്യൂവിന് കൊടുത്ത പഴയ ദേവസ്വം വിജിലൻസ് ഓഫീസർ ഒരു കാര്യം പറയുന്നുണ്ട്. മേളില് എന്നാൽ സന്നിധാനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും തീരുമാനിക്കേണ്ട ദേവസ്വം ബോർഡാണെന്ന് പറയുമെങ്കിലും തീരുമാനം മൊത്തം എടുക്കുന്നത് തന്ത്രിയാണ്. തന്ത്രി പറയുന്നതിനനുസരിച്ച് മൊത്തം കാര്യം, അല്ലെങ്കിൽ ആചാര ലംഘനം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഏതേലും കാര്യങ്ങൾ നടത്തിയെടുക്കണം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് അത്. ഇത് അദ്ദേഹം പറഞ്ഞത് സ്മൃതി പരുത്തിക്കാട്ടിന് കൊടുത്ത ചർച്ചയ്ക്കകത്താണ് പറഞ്ഞത്. എന്തേലും കാര്യം നടത്തിയെടുക്കണമെങ്കിൽ അപ്പോൾ അവർ ചെയ്യുന്നത് ഒരു ദേവപ്രശ്നം നടത്തും. ദേവൻ്റെ ഹിതം അറിയുക. ആരാ ചോദിക്കുന്നത്? ഇവരെല്ലാം കൂടെ കൂടുതലും ചോദിക്കുക. ഈ പറയുന്ന അയ്യപ്പനെ ഇറങ്ങി ഒന്ന് സംസാരിക്കുമോ?
ഇല്ല, ഇതൊരു പറ്റിപ്ലിക്കേഷനാണ് സത്യത്തിൽ. ഈ ദേവപ്രശ്നം എന്ന് പറയുന്ന സാധനം ദേവന്റെ ഹിതം അറിയാനായിട്ട് ചെയ്യുന്നതാണ്. ദേവന്റെ ഹിതം ദേവന്റെ ഹൃദയത്തിലിരിക്കുന്നത് എന്തെന്ന് അറിയാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നത് ദേവൻ ഇവരോട് പറയുകയാണ്, അരുളുവാണല്ലോ, യു ആർ ആക്ച്വലി ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗോഡ് ഓൺ എർത്ത് എന്ന് പറയുന്നൊരു ലോജിക്കാണ്. അങ്ങനാണെങ്കിൽ ഇവർ കള്ളന്മാർക്ക് എങ്ങനെ ഇത് മനസ്സിലാകുന്നത് ദേവന്റെ ഹിതം? ഈ ലോക കള്ളന്മാരാണ് ഇത് മൊത്തം നോക്കിയിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പാലം പണിയണം. അപ്പോൾ ദേവന്റെ ഹിതം ഇതാണ്. പണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പണ്ട് അവിടത്തേക്ക് ഫ്ലൈ ഓവർ പണിയുന്നതുമായിട്ട് വേണ്ട റോപ്പേ പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ദേവപ്രശ്നം നടത്തിയായിരുന്നു. അപ്പോൾ റോപ്പേ നടത്തണമെന്നുള്ളത് ദേവനാണ് തീരുമാനിക്കുന്നത്. അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് റോപ്പേ ഒന്നും ഈ നാട്ടിലില്ലായിരുന്നു. പോട്ടെ, അയ്യപ്പനോട് ചോദിക്കുന്നു, കിട്ടുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് അദ്ദേഹം വളരെ വിശാലമായി ചോദിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ അദ്ദേഹം കടന്നാക്രമിക്കുന്നുണ്ട്. അതിന് മറുപടി പറയണ്ടേ? അങ്ങനെ മറുപടി പറയാതെ കോൺഗ്രസിന് ഒഴിയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഗൗരവത്തിൽ പറയുന്നൊരു കാര്യം, അഴിമതി നടന്നിട്ടുള്ളവരെല്ലാം അത് കോൺഗ്രസിനോ CPM ആരും നമുക്കാർക്കും ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ് ഇരട്ടത്താപ്പ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നോക്കൂ, CPM സംശയമില്ലല്ലോ, അന്വേഷണം നടക്കട്ടെ. SIT അന്വേഷണം നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അകത്ത് കിടപ്പുണ്ട്. CPM പൊസിഷന് എന്താണോ അത് SIT പൊസിഷൻ ആകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈക്കോടതി പറയുന്നത് അംഗീകരിക്കുന്നു. പെട്ടെന്ന് ഇവർക്ക് മാത്രമാണ് പെട്ടെന്ന് അൺസെറ്റിൽഡ് ആകുന്നത്. അവിടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. പ്രൊഫസർ റോണി കെ ബേബി ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അവസാനം ആ വീഡിയോ പൂർണ്ണമായും പുറത്തുവിടേണ്ട സാഹചര്യം നമുക്കുണ്ടായി. അങ്ങനെ വന്നവരും നിന്നവരും പോയവരും ഒക്കെ വിശദീകരണം കൊടുക്കേണ്ടി വന്നു CPIM നേതാക്കൾ കേട്ടോ. അടൂർ പ്രകാശ് ഇപ്പോഴും സേഫ് സോണിലാണ്. പക്ഷേ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തി ശരിയാണ്, സോണിയാഗാന്ധി സ്വർണം മോഷ്ടിച്ചെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്ര ഗുരുതരമായ ഒരു സംശയം പൊതുമധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിശദീകരണം അക്കാര്യത്തിൽ തരുക എന്നുള്ളത് ന്യായമല്ലേ? ഇപ്പോൾ നോക്കൂ, MA ബേബിയുമായി അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിൽ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രമായിരുന്നു വന്നതെന്നിരിക്കട്ടെ. MA ബേബിക്ക് മറുപടി പറയാതെ നാട്ടിൽ ജീവിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനൊരു മറുപടി ഇല്ല കോൺഗ്രസിന്? ഇപ്പോൾ ഇവിടെ ഉയർന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് 4 കാര്യങ്ങളിലാണ് എനിക്ക് ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത്. ഒന്നാമത്, ഞാൻ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രന് ഇതുമായി ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മോഷണം നടക്കുന്നതും മോഷണത്തെ കുറിച്ച് അറിവുള്ളതും രണ്ടാണ്. അറിവുണ്ട് എന്നതുകൊണ്ട് മോഷണം നടത്തി എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. പക്ഷേ ഇതിന്റെ അകത്ത് കടകംപള്ളി സുരേന്ദ്രൻ എന്തൊക്കെയോ മനസ്സറിവുള്ളതുകൊണ്ടാണല്ലോ SIT അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അതിവിടെ മൂടി വെച്ചു. അല്ലാതെ കേവലം ഫോട്ടോയിൽ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിലാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചതെങ്കിൽ, ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ആന്റോ ആന്റണിയെയും അടൂർ പ്രകാശിനെയും സോണിയാഗാന്ധിയെയും ഇതുപോലെ പിണറായി വിജയനെയും എല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടിയിരുന്നു. പക്ഷെ അവരെ ആരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടില്ല. അത് വന്നപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം സ്വർണ്ണം മോഷ്ടിച്ചത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു മനസ്സറിവ് ഉണ്ടായിരുന്നു. ഞാനത് ഇവിടെ കൃത്യമായി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുമാണ്. അതൊന്ന്. 2, ഇവിടെ എനിക്ക് രണ്ടാമത് ഇവിടെ ഇപ്പോൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായും മറുപടി പറയാം. സോണിയാഗാന്ധി ബലേരിയിലെ MP ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സുഷമ സ്വരാജ് എന്ന് പറയുന്ന BJP നേതാവിനെ തോൽപ്പിച്ച് കർണാടകയിൽ നിന്നുള്ള ബല്ലാരിയിൽ നിന്നുള്ള MP ആയി സോണിയാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കാം പിന്നെ അവർ അവിടെ വന്നിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹം അവിടെ പ്രസന്റ് ചെയ്ത രീതി, കാരണം ശബരിമല ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നൊക്കെ എനിക്ക് അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, താങ്കൾ ഈ ഞാനൊന്ന് റോണി സാറിന് ഒരു മിനിറ്റ് ഒരു കമന്റ് ഒന്ന് പറഞ്ഞോട്ടെ. അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ ഈ ചർച്ചകളൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം വന്ന് ഇതേ കാര്യം ഇപ്പോൾ അത് റോണി സാർ അറിയാതെങ്കിലും സമ്മതിക്കുമ്പോൾ ഈ ബെല്ലാരി കണക്ഷൻ ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് അഡ്വക്കേറ്റ് എൽ ലാൽകുമാറാണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് മറ്റൊരു രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നത് മാത്രം. അപ്പോൾ റോണി സാർ അതിൽ സംശയം, ഇപ്പോൾ ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ കാണുന്ന ജ്വല്ലറികളിലെ പോലെ സ്വർണ്ണ കച്ചവടക്കാരല്ല ഇവരൊന്നും. അപ്പോൾ താങ്കൾ മുൻപ് ചോദിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് വിവരങ്ങൾ ഇതൊന്നും സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ലേ എന്ന്? ശരി, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. 2017 മുമ്പ് ഈ പറയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, അല്ലെ ഗോവർദ്ധൻ ആയിക്കോട്ടെ, പങ്കജ് ഭണ്ഡാരി ആയിക്കോട്ടെ, അല്ലെ സോണിയാഗാന്ധിയെ കണ്ട ആളുകളായിക്കോട്ടെ, 2017 മുമ്പ് ഈ ആളുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പെറ്റി കേസെങ്കിലും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഉണ്ടായിരുന്നതായി ഇവർക്ക് ആർക്കെങ്കിലും കാണിക്കാനായിട്ട് കഴിയുമോ? 2012, 2013 അല്ല, ഈ ഗോവർദ്ധൻ എന്ന് പറയുന്നത് ഒരു ഷാഡി ക്യാരക്ടറാണ്. അദ്ദേഹത്തിനെതിരെ തമിഴ്നാട്ടിൽ നിരവധി കേസുകൾ, അന്വേഷണങ്ങൾ എല്ലാം എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാ.
അങ്ങനെ ഒരാളുമായിട്ട് എങ്ങനെയാണ് അല്ല റോണി മാഷ് സാർ നിങ്ങൾ വിശദീകരിക്കേണ്ടത് ഈ പറയുന്ന ബെല്ലാരിയിലെ പങ്കജ് ഭണ്ഡാരിയും തമിഴ്നാട്ടിലെ ഗോവർദ്ധനും കേരളത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം എങ്ങനെയാണ് 2014 ഒരുമിച്ച് തന്നെ ഒരു നെക്സസ് ആവുന്നത്? എന്താ അവരെ തമ്മിൽ അടുപ്പിച്ച ഘടകം? അങ്ങനെ മൂന്ന് പേർക്ക് എന്താണ് അടൂർ പ്രകാശുമായിട്ടും ആന്റോ ആന്റണിയുമായിട്ടും കണക്ഷൻ? അവസാന മിനിറ്റ് അതുകൊണ്ടാണ് കേട്ടോ ഇടപെടുന്നത് എല്ലാവരും സംസാരിക്കുമ്പോൾ. പറഞ്ഞോളൂ ലാൽ. എനിക്ക് സമയം കിട്ടിയില്ല. റോണി സാർ പറഞ്ഞതിനകത്തെ പ്രശ്നം 2012 2013 കാലത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അപ്പോഴെങ്ങാനും ആ സോണിയാഗാന്ധിയെ കണ്ടെങ്കിൽ റോണി സാർ ഇപ്പൊ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിക്കണം. കാര്യം എന്നറിയോ, ഇസഡിയാറ്റിയുടെ സെക്യൂരിറ്റി അല്ല, അവർക്ക് അന്ന് SPG ആണോ ഉണ്ടായിരുന്നത്. SPG എന്ന് പറഞ്ഞാൽ അന്ന് നോക്കൂ, അന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുള്ള നാടായത്. അത് ഇച്ചിരൂടെ കുഴപ്പമായി. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ തന്ത്രിയുടെ പരികർമ്മിയായിരുന്നു എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പറയുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ ശബരിമലയിൽ വലിയ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം സോണിയാഗാന്ധി കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ, കാരണം ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു നേതാവ് ശബരിമലയിൽ നിന്നും ഒരാൾ അല്ല പ്രധാനപ്പെട്ട ആൾ കാണാൻ അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, അവര് തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമല്ലേ. അല്ല ഞാൻ കൃത്യമായി എനിക്ക് ഇതിനകത്ത് മറുപടിയുണ്ട്. ഇവിടെ VPP മുസ്തഫ എന്നോട് ചോദിച്ചതുപോലെ അദ്ദേഹം ഈ പറഞ്ഞ MP ഗോവിന്ദൻ നായരുടെ കാലത്ത് പ്രയാറിന്റെ കാലത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ 2015 മുമ്പ് ഏതെങ്കിലും ഒരു ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്, എന്തെങ്കിലും ഒരു ദേവസ്വം കമ്മീഷണറുടെ ഒരു റിവ്യൂവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഒരു അരി പൊന്ന് അവിടെ ശബരിമലയിൽ ഇവരുടെ കാലഘട്ടത്തിൽ ഇവിടെ കോടതി ഇടപെട്ടതിന് എന്തുകൊണ്ടാണ്? കോടതി സ്വമേധ കണ്ടെത്തിയതാണ്. അല്ല, ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് 2015 മുമ്പ് ഞങ്ങളുടെ കാലത്ത് ഒരു തരി പൊന്ന് അവിടെ നിന്ന് മോഷണം പോവുക ഏതെങ്കിലും റിപ്പോർട്ട് ഉണ്ടോ? ശരി അഡ്വക്കേറ്റ് പറഞ്ഞോളൂ, ലാൽകുമാർ പറഞ്ഞോളൂ. VPP ഞാൻ വരാം. ലാൽകുമാർ പറയൂ. അസിത ഈ പറയുന്ന സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുന്നു. അപ്പൊ ഈ കാണുന്ന 3 പേര് വഴിയിൽ നിന്ന് 3 പേര് ചെന്ന് ഈ ഉടനെ അങ്ങനെ കയറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർ ഇവര് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കത്തില്ലേ? ആ സെക്യൂരിറ്റി ഗാർഡ്സ് ഉറപ്പായിട്ട് നോക്കേണ്ടതാണത്. ആ സെക്യൂരിറ്റി വിങ് നോക്കിയിരിക്കും. ഇന്ത്യയിൽ അങ്ങനെയാണ് സംഭവം നടക്കുക. പ്രധാനമന്ത്രിയെ കാണാൻ പോവാ, 3 പേര് വരിക. ആരാ ഈ 3 പേര്? 3 പേർക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരോ? ഇവര് 3 പേരെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് കൃത്യമായിട്ടില്ല എങ്കിൽ 3 പേർക്ക് ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡോട് കൂടി ഈ പറയുന്ന ആളെ പോയി കാണാൻ പറ്റില്ല. പ്രധാനമന്ത്രിയല്ല, ഇപ്പൊ അടുത്ത പ്രതിപക്ഷ നേതാവിനെ രാഹുൽ ഗാന്ധിയെ പോയി കാണാൻ പറ്റില്ല. സാർ ചുമ്മാ അവർ 3 പേരും കൂടെ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. എന്നുവെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കോമൺ ഇന്റൻഷനോട് കൂടി തന്നെയാണ് അവർ ഈ ആളെ കണ്ടിരിക്കുന്നത്. ആ കണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം. നേരത്തെ പ്രതിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, കേസുണ്ടോ എന്നുള്ളതൊക്കെ നിൽക്കട്ടെ. 2012 2013 കാലമെങ്കിൽ സാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഈ പറയുന്ന ആൾക്കാരെ കുറിച്ച് മൊത്തം ജാതകം SPGക്ക് അറിയാം, ഉറപ്പായിട്ടും അറിയാം. അതറിയാതൊന്നും സോണിയാഗാന്ധി ഒരാളെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് 10 ജൻപത്തിലോട്ട് ചുമ്മാ കയറി ചെന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ പ്രകാശിനെ കയറ്റാത്ത സ്ഥലമാണ് അവിടെ ഇവരൊക്കെ കയറി എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. VPP അവസാനിപ്പിച്ചോളൂ, സമയം. അല്ല, ഒറ്റ കാര്യം റോണി സാറേ, ഇവര് ഒരു തവണയല്ലല്ലോ കണ്ടിരിക്കുന്നത്. അതാണ് വേറൊരു പ്രശ്നം. ഉണ്ണികൃഷ്ണൻ പോറ്റി 3 തവണ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയിരിക്കുക. 3 തവണ എത്തിയിരിക്കുക. നിങ്ങൾ SIT അന്വേഷിപ്പിക്കുന്നേ. SIT ഇപ്പോൾ കേരള സർക്കാരിന്റെ നിയന്ത്രണത്തില. നിങ്ങൾ പറയുന്ന പോലെ SIT ഹൈക്കോടതിയുടെ നിയന്ത്രണത്തില. സോണിയാഗാന്ധി ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതുപോലെ ഇത് തുടരുന്ന ചർച്ചകളാണല്ലോ. വരും ദിവസങ്ങളിലും മറ്റ് വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. വളരെ നന്ദി. VPP മുസ്തഫ, അഡ്വക്കേറ്റ് ലാൽകുമാർ, പ്രൊഫസർ റോണി കെ ബേബി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.